മേയർ രാജേഷിനെ ഏത് വിധത്തിലും പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും ഗൂഢനീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന അടുത്ത ദിവസങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇവിടെ സംശയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കൗൺസിലറെ കൂടെ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. എൻ്റെ സംശയം അതല്ലേ സാർ? കോഹ്ലിയുടെ ഒരു ഉദാഹരണം മുന്നിൽ നിൽപ്പുണ്ട്. കോഹ്ല മരണത്തിൽ വലിയ ദുരൂഹതയാണുള്ള അപകട മരണമായിരുന്നുവെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ കൗൺസിലർമാരുടെ ജീവൻ അപകടത്തിലാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. എന്തും സംഭവിക്കാം. ഒരു വാഹന അപകടമോ മറ്റെന്തെങ്കിലും ഒരു അപകടമോ ഒരു പോയിസണിങ്ങോ എന്തെങ്കിലും സംഭവിച്ച് ഏതെങ്കിലുമൊക്കെ കൗൺസിലർമാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ അത്ര നീചബുദ്ധിയാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ സർ. അതിന് സംശയമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് 45 കൊല്ലത്തോളം ഭരിച്ച CPM സംബന്ധിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ചെറുതൊന്നുമല്ല അവരുടെ നഷ്ടം. ഭരണം മാത്രമല്ല, ഇപ്പോൾ പല സ്ഥലങ്ങൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. ഇല്ലീഗലായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഞാൻ കേട്ട ചില എന്താ പറയുക, വർഷത്തിൽ 25,000 രൂപ റെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ മാസത്തിൽ അതിലധികം കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ അവരെ സംബന്ധിച്ച് ദേ ഹാവ് ലോസ്റ്റ് എ ലോട്ട്. CPM സംബന്ധിച്ച്. കോൺഗ്രസിനെ സംബന്ധിച്ച് CPM അല്ലെങ്കിൽ പകരം ഞങ്ങൾ വരണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. ജസ്റ്റ് ലൈക്ക് സ്റ്റേറ്റിലെ ഭരണം പോലെ തന്നെ. അത് നടന്നില്ല. അപ്പോൾ ഒരിക്കലും ഭരണത്തിൽ വരാത്ത BJP ഭരണത്തിൽ വരുന്നു. ഒരു ഊർജ്ജസ്വലനായ മേയർ ഉണ്ടാവുന്നു. ധാരാളം നടപടികളുണ്ടാവുന്നു. മേയർ വെറുതെ കൊടികെട്ടിയ കാറെല്ലാം കൊണ്ടും വെറുതെ ഉദ്ഘാടനത്തിൽ നടക്കുന്ന ആളല്ല, പണിയെടുക്കുന്നു. രാത്രി 11, 12 മണി വരെ തെരുവിൽ വരെ ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മേയർ കൂടെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് സഹിക്കില്ല. ആ സമയത്താണ് ഇന്ത്യ സഖ്യം വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ യോജിക്കും. അപ്പോൾ അതിൽ ഒന്നാം ഘട്ടമായിരുന്നു ഇപ്പോൾ സുഗതൻ്റെ അറസ്റ്റ്. ഭാര്യയും മക്കളും ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും കൂടി അവിടെ ഉണ്ടായി. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ. കൊച്ചുകുട്ടികളും ഭാര്യയും ജ്യേഷ്ഠൻ്റെ ഭാര്യയും അടങ്ങിയാണ് ഇവർ പറയുന്ന ഗുണ്ടകൾ. അവിടെ ഒരു എതിർപ്പില്ല. അദ്ദേഹം ഞാൻ ഷർട്ട് ഇട്ടിട്ട് വരാമെന്ന് പറയുന്നത് ഓഡിയോയിൽ ആ വീഡിയോയിൽ ശരിക്കും കേൾക്കാം. വീഡിയോയിൽ ആ ഓഡിയോ വളരെ വ്യക്തമാണ്. എന്നിട്ട് ആകാശത്തേക്ക് വെടിവെക്കുക. എന്താ സാധാരണ ആകാശത്തേക്ക് വെടിവെക്കുന്ന ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആദ്യം എന്താ പറയുക, വാട്ടർ കാനൻ, അത് ലാത്തി ചാർജ്, എന്നിട്ടും രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാലാണ് എയറിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ടും പിരിഞ്ഞു പോകണമെങ്കിലാണ് ആൾക്കാർ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. അല്ല വെറുതെ ഒരു തോക്ക് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ വെടിവെക്കുകയല്ല. ഇയാളാണെങ്കിൽ അവിടുന്ന് പലതരത്തിലും ഇതിനു മുമ്പ് ധാരാളം രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു CI. ബിനു അല്ലേ, ബിപിൻ. അപ്പോൾ അയാൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പ്രശാന്ത് അയാളോട് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് പൊതുവായിട്ടും മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അങ്ങനെയാണ് പരാജയപ്പെട്ട MLA എന്ന് പറഞ്ഞു വരുമ്പോൾ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രശാന്താണെന്ന് ചിന്തിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇയാളെ കാപ്പാന്നൊക്കെ ചുമത്തിയിട്ട് ചെയ്യുക. കാപ്പയാണെങ്കിൽ തന്നെ ആളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് തന്നെ കാപ്പയിലാണ് പിടിക്കുന്നതെന്ന്. അതൊന്നും ചെയ്തിട്ടില്ല, പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ തന്നെ അയാളുടെ കൗൺസിലിലെ അംഗത്വം പോകാവുന്ന ഒരു നിയമമുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് ലീവ് ലെറ്റർ കൊടുക്കാൻ സ്കോപ്പ് ഉണ്ടെന്നാണ്, അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ എങ്ങനെ വന്നാലും അപ്പോൾ അത് വിജയിച്ചില്ലെങ്കിലാണ് ഇപ്പോൾ പ്രിയം പറഞ്ഞ ഓപ്ഷനാണ് പിന്നെ ഉള്ളത്, ഒരാളില്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് കോഹ്ലിയുടെ മരണത്തിനെ പറ്റിയിട്ട് ഇതേപോലെ തന്നെ കേട്ടിരുന്നു. അതിൻ്റെ പുറകിൽ എന്തോ ഗൂഢാലോചന ഇല്ലേ എന്ന് കേട്ടിരുന്നു. അതുപോലെ ചില മാധ്യമപ്രവർത്തകരുടെ കാര്യം ഒരു പ്രിയനെ ഉദ്ദേശിച്ച പ്രദീപിനെ ആയിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെയൊക്കെ മരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിൻ്റെയൊക്കെ പുറകിൽ ദുരൂഹതയുണ്ട്. അപ്പോൾ ഇനിയും അതേപോലത്തെ ഒരു നാടകമാണ് അവർ അഭിനയിക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ത് വില കൊടുത്തിട്ടും ഈ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ് അല്ല, ഈ ഭരണസമിതി ഒരു മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതുപോലെയെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ ഒന്നാം കുടുംബം, അമ്മയും മക്കളും, അവർക്ക് മോഡി അങ്ങനെയെങ്കിലും ഇനി പാകിസ്ഥാൻ്റെ സഹായത്തോടെ തന്നെ ചൈനയുടെ സഹായമോ അമേരിക്കയുടെ ആരുടെങ്കിലും സഹായം കിട്ടിയാലും കുഴപ്പമില്ല, ജോർജ് സോറസിൻ്റെ പൈസ എന്തെങ്കിലും ഈ മോഡി ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞുള്ള വാശിയായിട്ട് നടക്കുന്നതാണല്ലോ. അതുപോലെ രാജേഷിൻ്റെ ഭരണം കളയാമെന്നുള്ള അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം
ഇത്ര ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു മേയർ വന്നതിൻ്റെ ആ ജനങ്ങളുടെ ഇടയ്ക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നുണ്ട്. അത് അവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് മേയറാക്കിയല്ലല്ലോ ചെയ്തത്. അതിനെപ്പറ്റി പത്രങ്ങൾ പലതും എഴുതി, പലരെ വേറെ പല പേരുകൾ സൂചിപ്പിക്കപ്പെട്ടു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാനം പാർട്ടി സെലക്ട് ചെയ്തിട്ട് പ്രഖ്യാപിച്ച മേയർ ഏറ്റവും റൈറ്റായുള്ള സെലക്ഷനാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശരിക്കും തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും മാറ്റുക, അദ്ദേഹത്തിൻ്റെ ഭരണസമിതി മാറ്റുക എന്നുള്ള അവരൊരു ലക്ഷ്യമായിരിക്കും. അതുകൊണ്ട് ഏത് തരം താഴ്ന്ന നിലവാരത്തിലേക്ക് അവർ പോകും. ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ട് ഇപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും പോലീസ് ഇപ്പോഴും CPM-ൻ്റെ കയ്യിലാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. ഇല്ല, പല സ്ഥലത്തെയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് CPM പറഞ്ഞത് കേൾക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ട MLA പറഞ്ഞാൽ കേൾക്കുന്നു. അതൊരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നേരെ ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് നട്ടെല്ലുമില്ല. അപ്പോൾ ഇതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. അത് രാജേഷും കൗൺസിൽ അംഗങ്ങളും BJP കൗൺസിൽ അംഗങ്ങളും BJP എന്നുള്ള പാർട്ടിയും അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവർ സീരിയസ് ആയിട്ട് അത് എടുത്തേ വെക്കൂ, അവർ കെയർഫുള്ളായേ വെക്കൂ. കാരണം അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരതിനെ വളരെയധികം അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഭരണ സംവിധാനത്തിന് അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തികളെ ഇല്ലാതാക്കാനല്ല അതിൻ്റെ ലക്ഷ്യം നടക്കുന്നത്. സർ, അത് മാത്രമല്ല, അതായത് ഈ CPM-ൻ്റെ ജീവനോപാധികളെന്ന് പറയുന്നത് ഗുണ്ടകളാണ്. പിന്നെ അനധികൃത നിർമ്മാണം, ആ കയ്യേറ്റക്കാർ, അവരിൽ നിന്നുള്ള ഗുണ്ടാപിരിവ്, ഇതൊക്കെയാണ് ഈ CPM-നെ നിലനിർത്തി പോകുന്നത്. ഗുണ്ടകൾ, ഗുണ്ടാപിരിവ്, അനധികൃത കച്ചവടങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് CPM-നെ നിലനിർത്തുന്നത്. അതിലാണ് മേയർ ആദ്യം കൈവയ്ക്കുന്നത്. ഒന്ന് അനധികൃത നിർമ്മാണം, ഈ മാർക്കറ്റിനകത്തുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു, അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നു, ഗുണ്ടാപിരിവില്ലാതാക്കുന്നു. CPM-ൻ്റെ പാർട്ടി ഓഫീസ് അനധികൃതമായിട്ട് സർക്കാരിൻ്റെ ഇതിൽ കൈയിറക്കി വെച്ചിരിക്കുന്നതിനെ ഒഴിപ്പിക്കുന്നു. ഈ CPM-ൻ്റെ ആൾക്കാർ വില കൊടുത്ത് ഈ പറയുന്ന റെൻറ്റിന് എടുത്തിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട് കോർപ്പറേഷൻ്റെ, തുച്ഛമായ പൈസയാണ്, 1000 രൂപയ്ക്കൊക്കെയാണ്. അത് 30,000 40,000 അതെല്ലാം തിരിച്ചു പിടിക്കുന്നു. ഒരു വിളക്ക് കൊണ്ടുവന്ന് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നതിന് 6000 രൂപയെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ്റെ പൈസ പിടിക്കുന്നുണ്ട്. ആകെ 15,000 രൂപയ്ക്ക് താഴെ വരെയുള്ള ഒരു വിളക്ക്. അപ്പോൾ അതൊക്കെ നിർത്തലാക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ക്ലറിക്കൽ മിസ്റ്റേക്ക് അടക്കം മനഃപൂർവ്വമായിട്ടുണ്ടാക്കി കോൺട്രാക്ടർമാരുടെ പൈസ പിടുങ്ങുന്ന അഴിമതി, ഇങ്ങനെയുള്ള അഴിമതികൾ മൊത്തം തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെയാണ് ഇവർക്ക് ഏറ്റവും ലാഭം. കാരണം ഈ വൃത്തികെട്ടവന്മാർക്ക് ജീവിക്കാൻ പറ്റാതാകുമ്പോഴത്തേക്കും നല്ലവരെ തീർക്കാൻ അവർ ഇറങ്ങുമല്ലോ. അതാണ് ഇപ്പം CPM ചെയ്യുന്നത് മേയർക്ക് നേരെ. അതാണ്, അഴിമതി ഇല്ലാതെ കഴിഞ്ഞാൽ CPM-ന് നിലനിൽപ്പില്ലല്ലോ. ഇപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം കോൺട്രാക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ അനവധി കോൺട്രാക്ട് ഒരേ സമയത്ത് എടുത്തിട്ട് പൈസ ഇല്ലയെന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുക്കുക. അപ്പോൾ പലരും അങ്ങനെയുണ്ട്, സാറേ എനിക്ക് അവിടെ വർക്കുണ്ടായിരുന്നു, ഇവിടെ വർക്ക്, ഇതിന് വർക്ക്, എല്ലാത്തിനും വേണ്ടി. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ കൈവശമുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട്, കാരണം അഡ്വാൻസായിട്ട് ഗവൺമെൻറ് പൈസ കൊടുക്കാൻ സാധ്യമല്ല, ഒരു കോൺട്രാക്റ്റിനും അങ്ങനെയില്ല, ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് റീഇംബേഴ്സ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന കോൺട്രാക്റ്റ് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്ന് രാജേഷ് കൃത്യമായിട്ട് പറഞ്ഞു കോൺട്രാക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ട്. കാരണം നമുക്ക് ഒത്തൊരുമിച്ച് പോവാം എന്നാണ് രാജേഷ് പറഞ്ഞത്. ഒത്തൊരുമിച്ച് പോവാം, നമുക്ക് ഈ സിറ്റിയിലെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷേ തെറ്റായ പ്രവണതകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഇവരെയൊക്കെ നട്ടലൊടിക്കുന്ന കാര്യങ്ങളാണ്. ഗുണ്ടാപ്പിരിവ് അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം കണ്ടു, ഏതോ സ്ഥലത്ത് അനധികൃതമായിട്ട് നിർമ്മിച്ചിട്ട് 1000 രൂപ വെച്ച് മേടിക്കുക, അനധികൃതമായ നിർമ്മാണം. ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്, മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ട് മാറുകയാണ്. അപ്പോൾ അവരതുകൊണ്ട് ഏത് നിലയ്ക്കും ഈ ഭരണത്തിന് അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എത്ര നികൃഷ്ടമായ മാർഗമാണെങ്കിലും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക, നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക.
തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.